കിങ് ഓഫ് റൊമാൻസ് എന്നറിയപ്പെടുന്ന ഷാറൂഖ് ഖാന്റെ പ്രൈം ടൈമിലെ റൊമാൻറ്റിക് മൂവീസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ മിക്കതും പ്രോബ്ലമാറ്റിക് ആയിരിക്കും എന്നുള്ളത് ഒരു ഐറണിയാണ്. എന്ന് വെച്ചാൽ നായകന് നായികയോടോ അല്ലെങ്കിൽ തിരിച്ചോ പ്രണയം തോന്നുന്ന സന്ദർഭത്തിൽ നായികയുടെ സിറ്റുവേഷൻ ഒരിക്കലും ഫേവറബിൾ ആയിരിക്കില്ല. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ഓൾറെഡി കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആൾ, ഇനി അതുമല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യ, ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് സാഹചര്യങ്ങളാണ് നമ്മൾ മിക്ക ഷാറൂഖ് സിനിമകളിലും കണ്ടിട്ടുള്ളത്. അതിന്റെ ഒരു വിചിത്രമായ വെർഷനായിരുന്നു രബിനെ ബനാദി ജോഡി എന്ന ഈ ഒരു സിനിമ. അതായത് ഇതും ഒരു പ്രണയ സിനിമ തന്നെ, നായകൻ പ്രണയിക്കുന്നത് നായികയെയും. പക്ഷെ പ്രശ്നം എന്താ, സ്വന്തം ഭാര്യയായ നായികയുടെ മുന്നിൽ മറ്റൊരു വ്യക്തിയായി പ്രത്യക്ഷപ്പെട്ടാണ് ഈ സിനിമയിൽ നായകൻ നായികയെ പ്രണയിക്കുന്നത്. എനിവേസ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ റിലീസ് ആവുന്നത്. സോ അന്ന് ഈ ട്രോളും മീമും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ. കാരണം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് വന്നതിന് ശേഷവും ട്രോളും മീമും ഒക്കെ വന്നതിന് ശേഷവുമാണ്. പിന്നെ ഈ പടത്തെക്കുറിച്ച് ഞാൻ പിൽക്കാലത്ത് കേട്ട മറ്റൊരു കാര്യം, കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് പോലെ തന്നെ ഷാറൂഖ് എന്ന ആക്ടറുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസാണ് യാഷ് രാജ് ഫിലിംസ്. ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരുപാട് നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുകയും അതിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടി ഒരു സിനിമയ്ക്കായി അവർ ഷാറൂഖിനെ സമീപിക്കുകയും, എന്നാൽ സാഹചര്യം മനസ്സിലാക്കിയ ഷാറൂഖ് ഖാൻ കഥ പോലും കേൾക്കാതെ തനിക്ക് കടപ്പാടുള്ളവരെ രക്ഷിക്കണം എന്ന കമ്മിറ്റ്മെന്റോട് കൂടിയാണ് ഈ പടം ചെയ്തതെന്ന് പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. ആൻഡ് പടം വലിയൊരു വിജയമായി മാറുകയും അതുവരെ ഉണ്ടായിരുന്നതിൽ ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെയും നായകന്റെയും ഏറ്റവും വലിയ വിജയവും ഓവർസീസിൽ നിന്ന് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയുമായി മാറി. ഞാനിവിടെ ഓവർസീസ് എന്ന് എടുത്തു പറയാൻ കാരണം, പൊതുവിൽ ഷാറൂഖ് ഖാന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷാറൂഖ് ഖാന് ഡോമിനൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, അത് മൾട്ടിപ്ലക്സ് പ്രേക്ഷകരും ഓവർസീസ് പ്രേക്ഷകരുമാണ്. പലപ്പോഴും ഷാറൂഖ് ഖാന്റെ ചില പരാജയ പടങ്ങളുടെ ഓവർസീസ് കളക്ഷൻ പോലും മറ്റ് ആക്ടേഴ്സിന്റെ ഹിറ്റ് സിനിമകളെക്കാൾ കൂടുതലായിരിക്കും. എനിവേസ്, ഈ പടം പുറത്തിറങ്ങിയ 2008 ഡിസംബർ മാസം ബോളിവുഡ് ഒന്നടങ്കം ഓർത്തിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതേ ഡിസംബറിലാണ് രണ്ടാഴ്ചയ്ക്കിപ്പുറം ഒരു തമിഴ് സിനിമയുടെ റീമേക്കുമായി ആമിർ ഖാൻ വരുന്നത്. തൊട്ടടുത്ത വർഷം ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കുമായി സൽമാൻ ഖാൻ കൂടി വന്നതോടെ ഈ സിനിമ വരെ കാത്തു സൂക്ഷിച്ചിരുന്ന ഷാറൂഖ് ഖാന്റെ നമ്പർ 1 പൊസിഷന് കോട്ടം തട്ടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്.